എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ബുധൻ, ചൊവ്വ, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട്. ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനുക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് 20-ാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം. മീനക്കൂറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ വ്യാഴം 2-ാം ഭാവമായ മേടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. 5-ാം തീയതി മുതൽ ചൊവ്വ 11-ാം ഭാവമായ കുംഭത്തിൽ തൻ്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. ജോലി, തൊഴിൽ എന്നിവ മൂലം സാമ്പത്തിക നേട്ടം അധികരിക്കും. സ്വത്തുക്കൾ വാങ്ങാനുള്ള യോഗമുണ്ടാകും. സഹോദരങ്ങളുടെ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. ശുക്രൻ മാസം തുടങ്ങുമ്പോൾ 10-ാം ഭാവത്തിലും പിന്നീട് ലാഭസ്ഥാനത്തിലും സഞ്ചരിക്കുന്നതും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ്. കലാരംഗത്തുള്ളവർക്കും നിരവധി അവസരങ്ങൾ ലഭിക്കും. വിവാഹകാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണിത്. ബുധനും 20-ാം തീയതി വരെ ലാഭസ്ഥാനത്തിൽ സഞ്ചരിക്കുന്നതിനാൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ലാഭം അധികരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താനും സാധിക്കും. ഈ മാസം ലാഭസ്ഥാനത്തിൽ 4 ഗ്രഹങ്ങൾ ചില ദിവസങ്ങളിൽ ചേർന്ന് സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ്. ഫെബ്രുവരി 2, 3, 29 ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുകയും ദൂരയാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതും നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങളാണ് ഈ മാസം മീനക്കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മീനക്കൂർ ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.